സ്ഥിരം കാണുന്ന എന്താ പറയുക ഒരു വച്ചുകെട്ടൊക്കെ ഉണ്ട്, വച്ചുകെട്ടാണല്ലോ മൊത്തത്തിൽ. അത് കാണുന്ന എല്ലാവരും ആ മേഖലയിലുള്ള അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആരൊക്കെ നിൽക്കുന്നുണ്ടോ ആ പുരുഷന്മാർ തന്നെ പുള്ളീനെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് പുരുഷന്മാരെ ഉദ്ധരിക്കേണ്ട കാര്യം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു വെട്ടുകേസിൽ പ്രതിയാണോ? ഇത് മർഡർ ആ സംഭവം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടി. അവിടെ അദ്ദേഹം അജിത് കുമാർ എത്തി. സത്യമല്ലേ സാർ? അല്ല, പൾസർ സുനിക്ക് മംഗളയുടെ കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അജിത് കുമാർ അവിടെ സംഭവം അത് തന്നെയാണ്. തീർച്ചയായിട്ടും കാര്യം കൂടെ ഉണ്ടായിരുന്നു. പോലീസ് വന്ന സമയത്ത് താങ്കളെ ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നീട് ലാസ്റ്റ് ചാർജോട് നോക്കിക്കഴിഞ്ഞപ്പോൾ പൊടി പോലും ഇല്ലായിരുന്നു. അനിക്സ്പ്രേ പോലെ ആയ ഒരു ഞങ്ങൾ ഇടപെടുന്നത് തെറ്റ് ഞങ്ങൾ ആരാണോ അതാണ് ഞാൻ ചോദിക്കേണ്ടത്. ഞങ്ങൾ ആരാണോ 200 രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്നാണ്. ഞാൻ ചന്താമരയുടെ തന്നെ എടുക്കാം. അയാൾ പറയുന്നുണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാലും 4 ആളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് കിട്ടാമെന്ന് ഒരേ ശിക്ഷയാണെന്നാണ്. ഭയമില്ല. അവാദിന്റെ ഭാഗം തെറ്റില്ല. പൾസർ സുനി തെറ്റ് ചെയ്തിരിക്കാം. കോടതി ഇതേവരെ നമ്മളെ 7.5 വർഷമാണ് ഒരാളിനെ നമസ്കാരം. കേരളത്തിൽ ഒരാഴ്ചയോളം ചർച്ച ചെയ്യാണ് പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ. അത് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോച്ചെ ജയിലിലായപ്പോൾ തുറന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷനും നമ്മുടെ രാഹുൽ ഈശ്വറും എതിരെ ഒരുപാട് വാർത്തകളും കേസുകളായിട്ട് മുന്നോട്ട് പോയി പോകുന്ന ചർച്ചയാണ് പുരുഷ കമ്മീഷൻ വേണം, കേരളത്തിൽ പുരുഷന്മാർക്കും ജീവിക്കണം എന്നാണ് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാണ്. ആ വിഷയത്തിൻ്റെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ, സാമൂഹിക നിരീക്ഷക ശ്രീ അഞ്ജു പാർവതി പ്രവീഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അനിൽകുമാർ. എല്ലാവർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ, താങ്കൾ ഈ സംഘടന തുടങ്ങിയിട്ട് 18 വർഷമാവുകയാണ്. ഈ 18 വർഷം കൊണ്ട് താങ്കളുടെ സംഘടനയിൽ എത്ര പുരുഷന്മാർക്ക് നീതി കിട്ടി? നീതി കിട്ടിയവരുടെ കണക്ക് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം നീതി കിട്ടുന്ന പുരുഷന്മാർ അടുത്ത് വേറെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊരു വേദനാജനകമാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർക്ക് അവരുടെ ഒരു വിഷയം കാണണം. മിക്കവാറൊക്കെ ഫാമിലി ഇഷ്യൂസുമായിട്ടാണ് പലരും വരുന്നത്. ഭാര്യമാരുടെ വ്യാജ പരാതിയുടെ പേരിൽ പോക്സോ കേസ് വരെയുള്ള കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്നവരും ജയിലിൽ പോകും എന്ന് മനസ്സിലാകുന്നവരുമാണ് എന്നെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാറുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ, കോടതികളിൽ അഡ്വക്കേറ്റ്സ്മാർ ഒരുപാട് പേര് ചതിക്കുന്നുണ്ട് പുരുഷന്മാരെ. ആ ചതിവിൽ നിന്ന് നമ്മൾ സംഘടന ഇടപെട്ട് ഒരു വക്കീലിനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു രീതിയിൽ ആ കേസ് കൊണ്ടുപോകാനും നല്ലൊരു റിസൾട്ട് വരുവാനും സാധിക്കുന്നുണ്ട്. അതിൽ പിന്നീട് അവസാനം ഈ പുരുഷന്മാർ അവർക്ക് ന്യായമായ നീതി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ കാര്യം നോക്കി പുറത്തു പോവുകയാണ് നമ്മൾ ഇന്ന് വരെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി. അതിൽ നിന്ന് കുറേ മാറണം. പുരുഷന്മാർ മാറിയിട്ട് എനിക്ക് നീതി കിട്ടി, ഇനി വേറൊരാളിന് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ള ആർജവത്തോടു കൂടിയിട്ട് പുരുഷന്മാർ വരുമ്പോൾ മാത്രമേ ഒരുപാട് നിയമങ്ങൾ നമുക്കിവിടെ കേരളത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്ക് ആവശ്യം. കാര്യം വ്യാജ പരാതികൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാണ് പുരുഷന്മാർക്ക്, പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് കയറിച്ചെന്ന് പറയുവാൻ ഒരു ഇടം. അതിനാണ് പുരുഷ കമ്മീഷൻ. ശ്രീ അഞ്ജു പാർവതി പ്രവീഷ്, ഈ പുരുഷ കമ്മീഷൻ കേരളത്തിൽ വരേണ്ട ആവശ്യമുണ്ട്. വനിതാ കമ്മീഷൻ വന്നപ്പോൾ കേരളത്തിലെ വനിതകളുടെ എല്ലാ പരാതികളും കേൾക്കാൻ കമ്മീഷനുണ്ട്. ഇപ്പോൾ ബോച്ചെ ജയിലിലായപ്പോഴാണ് ഈ കാര്യം കുറച്ചുകൂടി മുന്നോട്ട് വരുന്നത്. പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു അഭിപ്രായം തുടക്കം തന്നെ പറയാം. അപ്പം അജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് അറിയുന്നത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം എന്ത് രീതിയിലാണ് പുള്ളിയെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായിട്ട് കാണുന്നു. ശരിയാണ്. പക്ഷേ ഞാൻ അപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, പുള്ളി അറിഞ്ഞോ അറിയാതെ പുള്ളിയിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ വന്നതിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആരൊക്കെ നിൽക്കുന്നുണ്ടോ ആ പുരുഷന്മാർ തന്നെ പുള്ളീനെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പറയുന്നത്. അതായത് കൂടെ നിന്നവർ തന്നെ ചതിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ. കാരണം ഈ ഒരു സംഘടന മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് അമിതമായിട്ടുള്ള വിദ്വേഷം വെച്ച് പുലർത്തുന്ന കുറേ പേരുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് തന്നെ കൂടെ നിൽക്കുന്ന പുരുഷന്മാരിൽ നിന്ന് ചതി കിട്ടി, അല്ലെങ്കിൽ അവർ തന്നെ കൂടെ നിന്ന് ചതിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളത്, കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കുന്ന ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടാണോ താങ്കളുടെ ഈ വലിയൊരു പോരാട്ടം? മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്,
എന്നുള്ളത് 18 വർഷമായിട്ട് അല്ലേ ഈ ഒരു സംഘടന വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെയൊക്കെ നമ്മൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഒരു എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതി അദ്ദേഹം അറസ്റ്റായി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ശ്രദ്ധിക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതൊക്കെ. കാരണം ഇത്തരം സമരപരിപാടി പിന്നീട് ഞാൻ നോക്കിക്കഴിയുമ്പം സമരപരിപാടികളിലൊക്കെ കാണാം അദ്ദേഹത്തിന് അതായത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട്. അത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിട്ട് നിൽക്കണം എന്നുള്ളൊരു അറ്റൻഷൻ സീക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂമിൽ വരെ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി, അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വസ്ത്രധാരണത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ചോയ്സ് ഉണ്ട്. അതായത് പൊതുസമൂഹം കുറച്ചൊരു പൊളിച്ചെടുക്കൽ, മറ്റുള്ളവർ അതായത് കാഷ്വലായിട്ട് നേരിടേണ്ട അല്ലെങ്കിൽ കാഷ്വലായിട്ട് ഇറങ്ങേണ്ട സന്ദർഭങ്ങളിൽ വരെ അദ്ദേഹത്തിൻ്റെതായ ഒരു കോസ്റ്റ്യൂം ശൈലി വെച്ച് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ഏറ്റവും കൂടുതൽ ഹണി റോസ് വിഷയത്തിൽ പ്രതിഷേധമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഇൻ്റർവ്യൂസ് കണ്ട അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഹണി റോസ് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചില്ല എങ്കിൽ ചാണകം എറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ആഹ്വാനം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾക്ക് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സമര പരിപാടികളിൽ ഇടാനായിട്ട് താങ്കളുടേതായ ചോയ്സ് അനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രമുണ്ട്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അതായത് താങ്കളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വസ്ത്രം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ അവർ മൊത്തത്തിൽ വേറൊരു നിൽക്കുന്ന വ്യക്തിയാണ് ആ ഒരു സ്റ്റൈൽ കൊണ്ട് അല്ലെങ്കിൽ വസ്ത്രധാരണം കൊണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ ഹണി റോസിനും ഉണ്ടാവുക? ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തിക്കും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു വസ്ത്രം, ആ വസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്കത് എക്സ്പോസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. അത് അവരൊരു ഉദ്ഘാടകയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് കാണാൻ ആൾക്കാർ, അതിൽ തന്നെ കൂടുതലും പുരുഷന്മാരാണല്ലേ. ഈ പുരുഷന്മാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനത്തിന് അവരെ ഗസ്റ്റായിട്ട് വിളിക്കുന്നതും. അവർ ഗസ്റ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടോ ഒരു നമ്മുടെ പറയുമല്ലോ എന്തെങ്കിലും ഒരു മെസ്സേജ്, അതായത് സൊസൈറ്റിക്ക് വേണ്ടി ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ് ആസ് എ ഫിലിം ആക്ട്രസ് അല്ലെ, സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു രൂപസൗന്ദര്യത്തിനൊപ്പം തന്നെ രൂപലാവണ്യം കൂടെ അവർക്ക് പ്രദർശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ആപേക്ഷികമാണ്. പിന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം വനം വകുപ്പിൻ്റെ ഒരു കള്ളക്കേസ് കാരണം ഒരു പയ്യൻ നമ്മളെ ജോലി വരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അത്തരം അവർക്കാണ് നിങ്ങളുടെ സംഘടന കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നത്. കാരണം സൊസൈറ്റിയിൽ തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന ആളായിരുന്നു. ശ്രീ അനിൽകുമാർ, എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കേരളത്തിൽ പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ അജിത് കുമാറിനെ ആദ്യം ചർച്ചയിൽ പറഞ്ഞു വെച്ചാൽ പുരുഷന്മാർ ചതിക്കുകയാണ്. അപ്പോൾ അവർ പുരുഷന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ കേരളത്തിൽ വരേണ്ടത്. നമ്മുടെ രാജ്യത്ത് ദുർബല വിഭാഗങ്ങൾ എന്നൊരു കാറ്റഗറിയെ നേരത്തെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതായത് ഈ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നും താഴോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള വിഭാഗങ്ങളാണ് പൊതുവെ ദുർബല വിഭാഗങ്ങളെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യം കൊടുക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ വയോജന കമ്മീഷൻ, അതേമാതിരി ബാലാവകാശ കമ്മീഷൻ, വനിതകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ, ഇതെല്ലാം ദുർബല വിഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇത്തരത്തിൽ അടയാളപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടിയത്? ഈ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യത്തോടെ ഇത്തരം കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുന്നത് എല്ലാ സർക്കാരുകളും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളിലും ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ പുതുതായി നേരത്തെ തന്നെ ഡൽഹിയിൽ ഞാൻ ആവശ്യം വന്നിരുന്നു. ഒരു 2-3 മാസം മുമ്പ് ഒരു ആത്മഹത്യ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ലൈവ് ആത്മഹത്യ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇത്തരം ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന 1-2 പ്രശ്നങ്ങളുടെ പേരിൽ പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഈ വലിയ തോതിൽ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സമ്മതിക്കാം. പക്ഷേ അല്ലാതെ സമൂഹത്തെ ഒരു ഹോളിസ്റ്റിക്കായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിട്ട് ഇതൊരു അനാവശ്യമായ ഒരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് പുരുഷന്മാരെ ഉദ്ധരിക്കേണ്ട കാര്യം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഞാൻ അറിഞ്ഞ കാലം മുതൽ, മാധ്യമ രംഗത്തുള്ള കാലം മുതൽ നിങ്ങൾ ചെയ്ത 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, ബസ്സിൽ വെച്ച് ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അവയം കാണിച്ചൊരു പ്രവർത്തനം സബാദിന് എന്നാൽ പൂമാലായിട്ട് സ്വീകരിച്ചു.
നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി ഇപ്പോൾ ജയിലിൽ നിന്ന് അറിയപ്പെടുന്നതിൽ പൂമാലയിട്ട് സ്വീകരിച്ചു. അതേപോലെ ബോച്ചെ, ഹണി റോസിനെതിരെ അധിക്ഷേപം നടത്തിയ ബോച്ചയും പൂമാലയിട്ട് സ്വീകരിച്ചു. ഈ 3 പേരെ പൂമാലയിട്ട് സ്വീകരിച്ച് ഇനിയും ഇതേപോലെ ഓരോ ലൈംഗിക കേസിലും മറ്റ് കേസിലും പ്രതികൾ ജയിലിൽ പോകുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുരുഷ കമ്മീഷൻ വരേണ്ട ആവശ്യം. ഇതിൽ ഞാൻ മാഡം പറഞ്ഞ പോയിന്റ് തൊട്ട് തുടങ്ങാം. ഹണി റോസ് വിഷയവുമായിട്ട് സ്കൂൾ കുട്ടികൾ ഉള്ള സ്ഥലത്താണോ ഇതുമാതിരി മോശം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് അവിടെ ചർച്ചയിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം വെച്ചപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങളുണ്ടായിരുന്നു. ഞാൻ കണ്ടത് തന്നെയാണ് സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെ, പ്രത്യേകിച്ച് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു, ഒരു കാരണവശാലും പുരുഷന്മാരായിട്ടുള്ള ആരും അവിടെ പോകരുത്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കരുതെന്ന്. വളരെ ആൾ കുറവായിരുന്നു. 10 മണിക്കാണ് അത് പ്രോഗ്രാം വെച്ചിരുന്നത്. 10:15, 10:20 വരെയും അവിടെ ആളില്ലായിരുന്നു, ഒരാളും ഇല്ലായിരുന്നു. പിന്നീടാണ് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അവിടെ വരുന്നത്. അത് പിന്നീട് കാശ് കൊടുത്ത് ആ കുട്ടികളെ കൊണ്ടുവരികയും പക്ഷേ ഒരു കാര്യം, ഹണി റോസ് വളരെയധികം മാന്യമായിട്ട്, സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാലാഖയെ പോലുള്ള, അങ്ങനെ വന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ, നമ്മളൊരിക്കലും അതിനൊന്നും എതിർക്കില്ല. സ്ഥിരം കാണുന്ന എന്താ പറയുക, ഒരു വച്ചുകെട്ടൊക്കെ ഉണ്ട്, വച്ചുകെട്ടാണല്ലോ മൊത്തത്തിൽ. അത് കാണുന്ന എല്ലാവരും ആ മേഖലയിലുള്ള സ്ത്രീകൾ വരെ പറയുന്നതും അവരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഈ വച്ചുകെട്ടുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷേ എന്തായാലും ഒരു മാലാഖയുടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വരുന്ന കല്യാണ പെണ്ണിൻ്റെ അതേ ഒരു സാദൃശ്യത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നല്ല രീതിയിൽ അവിടെ നിന്ന് ആ സ്ഥലത്തു നിന്ന് പോവുകയും ചെയ്തു. വേറെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേരും അവിടെ ഉണ്ടായിരുന്നിടത്താണ് ഈ സംഭവം നടന്നത്. ഇനി ഈ മാലയിട്ട സംഭവം, 3 പേർക്ക് മാലയിട്ടു എന്ന് പറയുമ്പോൾ സവാദ് വിഷയത്തിൽ ആദ്യം 2 ദിവസം ഈ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ. പിന്നെ എന്തുകൊണ്ട് മാറിയെന്ന് ചോദിച്ചാൽ, ഒരു യൂട്യൂബർ ഇതിൽ എന്തോ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയതിനെക്കുറിച്ച് ഞങ്ങളിതിനെക്കുറിച്ച് പഠിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശദമായിട്ടത് പഠിച്ചതിൽ നിന്ന് മനസ്സിലായത്, ഈ പെൺകുട്ടി ഒരാളിനെ ട്രാപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഈ പല വാഹനങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്ത് ഈ എന്തിനു പറയുന്നു, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഈ ബസ്സിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അവിടെ ഇങ്ങേറ്റവും ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇയാളെ ഈ സെൻറ്ററിൽ ഇരുത്തി? ആരെങ്കിലും ചെയ്യൂ? ഏതെങ്കിലും മാന്യമായിട്ടുള്ള ഏത് പെൺകുട്ടി ആയാലും ഇങ്ങോട്ട് മാറിക്കൊടുത്തിട്ട് ആ സൈഡിൽ ഇരിക്കും. നമ്മളും അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ലാതെ. ഈ യുവാവ് സവാദ് അവിടെ യാത്ര ചെയ്തിട്ടുള്ള വെറും 6 മിനിറ്റാണ്. 3 മിനിറ്റിൽ കൂടുതൽ ഈ പെൺകുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ടൈറ്റ് ജീൻസ് പാൻറ്റ്, ഞാൻ ആ ടൈറ്റ് ജീൻസ് പാൻറ്റ് ഇടുന്ന ഒരാളാണ്. ടൈറ്റ് ജീൻസ് പാൻറ്റ്, ബർമൂഡ, അടിവസ്ത്രം, ഈ 3 വസ്ത്രവും പോലീസ് സ്റ്റേഷനിൽ കോടതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്ന് അറിഞ്ഞിട്ടാണ് ഈ കേസിൽ ഇടപെടുന്നത്. അപ്പോൾ ഇത്രയും ഒരു പുരുഷന്മാരായിട്ടുള്ള അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ സ്ഥിതിക്ക് താങ്കളാണല്ലോ പറഞ്ഞത്, താങ്കൾ ഈ പറയുന്ന കാര്യം ഒരു പുരുഷനെ കൊണ്ട് നടക്കുമോ എന്ന് ആദ്യം ചിന്തിക്കണം. 6 മിനിറ്റാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. 2 പെൺകുട്ടികളുടെ നടുവിലിരുന്ന് ഈ പറയുന്ന കാര്യം, ആ മസ്താനി പറഞ്ഞ കാര്യം നടക്കില്ല. എങ്ങനെ നടക്കും? താങ്കൾക്ക് എങ്ങനെ നടക്കും? എന്തടിസ്ഥാനത്തിൽ? ഒരാണ് വിചാരിച്ച് എന്ത് നടക്കും ബസ്സിൽ? 6 മിനിറ്റ് 2 പെൺകുട്ടികളുടെ അടുത്തിരുന്നിട്ട് താങ്കൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 5 പേർ മതി ഈ കാര്യം ചോദിച്ചിട്ട്. ഒരാണ് വിചാരിച്ച ഒരു ബസ്സിൽ ഒരു സ്ത്രീക്ക് എന്ത് നടക്കില്ലേ? എന്ത് ഈ പറഞ്ഞ കാര്യം നടക്കില്ല, വേറെ പലതും നടക്കുമായിരിക്കാം, ഈ പറഞ്ഞ കാര്യം നടക്കില്ല. അത് പറയരുത്. ചർച്ചയിൽ സ്ത്രീയെ 5 പറയാം ഇതിനെ പറ്റി. സവാദിന്റെ വിഷയത്തിന്റെ കാര്യത്തിലെ കാര്യം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്കറിയില്ല. വ്യക്തമായിട്ട് അവർ വെറുതെ ഉണ്ടാക്കിയ ഒരു ഫേക്ക് അക്യൂസേഷൻ ആണോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. കാരണം അത് വൈറലായതാണ് ആ വീഡിയോ. ഇയാൾ ഇറങ്ങി ഓടുന്നുണ്ട്, ഒരു കണ്ടക്ടർ വന്നിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ വ്യക്തമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ഒരു പൂമാലയിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തത്, സമൂഹത്തിൽ കൊടുത്തത് തെറ്റായ സന്ദേശമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിബിഷനിസം എന്ന് പറഞ്ഞ് ഒരു സംഭവം ഒരുവിധം എല്ലാ സ്ത്രീകളും, കുട്ടികൾ വരെ, കൊച്ചു കുട്ടികൾ വരെ അനുഭവിക്കുന്ന ഏറ്റവും നമ്മൾ പറയാം പ്രാകൃത മനസ്സ്, അല്ലെങ്കിൽ കുറച്ച് മനോവൈകല്യമുള്ളവർക്ക് മാത്രമുള്ള ഒരു വൈകല്യമാണത്. അപ്പോൾ അത് ട്രെയിനിലായിക്കോട്ടെ, ഒന്നും വേണ്ട, ഒരു കോളേജ് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ എക്സിബിഷനിസമായിട്ട്. അല്ല മേഡം, അങ്ങനെയാണെങ്കിൽ അത് ആ പറഞ്ഞ കാര്യങ്ങൾ ആ വീഡിയോയിൽ കാണണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, അവിടെ പൂമാലിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ കാണിക്കുന്നത്? കാരണം അയാൾ കോട്ട് ആ ഒരു ഇത് വന്നിട്ടില്ല. കാരണം എന്താണ്, തെറ്റ് ചെയ്തോ ഇല്ലേന്നുള്ള കാര്യം അത് വന്ന ശേഷം അയാൾ കുറ്റാരോപിതൻ. അങ്ങനെയല്ല, ഈ കുട്ടി വീഡിയോ ചിത്രീകരിക്കാതെയാണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ. വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ് മനോഹരമായിട്ട്, അതിവ്യക്തമായിട്ട്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനോട് എങ്ങനെ? അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം പേജ് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ ID പറഞ്ഞുകൊണ്ടാണ്
പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഈ ലൈവിൽ വരുന്നത്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള മെസ്സേജ് അല്ലേ? അല്ലെങ്കിൽ നോർമലായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്നുമെന്ന് പറയുന്നതിന് മാന്യതയുണ്ട്. അല്ലാതെ ഇത് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണോ പറയുന്നത്? അവരുടെ അറ്റൻഷൻ സീക്കിംഗ് ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അവിടെ ആ സ്ത്രീ അല്ലെങ്കിൽ അവർക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അതേ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ആ ഒരു ആൾ പ്രതി പുറത്ത് വന്നപ്പോൾ പൂമാല ഇട്ടിട്ട് താങ്കൾ സ്വീകരിച്ചത്? ഒരിക്കലുമല്ല. അദ്ദേഹത്തെ മാന്യമായിട്ട് അദ്ദേഹം വീണ്ടും പുറത്ത് ജീവിക്കണം, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഞങ്ങൾ പഠിച്ചതിന് ശേഷം അവരോടെല്ലാം സംസാരിച്ചിട്ടാണ് ഞാൻ വേറൊന്നുമില്ല പെട്ടെന്ന് ഇപ്പോൾ ഈ മാലയിടുകയല്ല ചെയ്തത്. DGPക്ക് പരാതി കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. ഞാൻ അതാണ് ചെയ്തത്. DGPക്ക് പരാതി കൊടുത്തു. പിന്നീടുള്ള ഈ പെൺകുട്ടിയുടെ വീഡിയോകൾ ശ്രദ്ധിച്ചു. അതിൽ നിന്ന് പെൺകുട്ടി പിന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൽ കള്ളമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ചെയ്ത വീഡിയോസും മറ്റ് ഷോർട്ട് ഫിലിമുകളും എല്ലാം ഞങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത് ഒരു വളരെയധികം മോശം പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ശക്തമായിട്ട് പോയത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സവാദിൻ്റെ വീട് ഒരു മനോരോഗം പിടിച്ച ഒരമ്മ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇതിനു മുൻപ് ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ എല്ലാ വശവും ചിന്തിച്ച് നാട്ടുകാരോട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്തതും അതോടുകൂടി അദ്ദേഹത്തിന് ഇനിയും പുറത്ത് ജീവിക്കാൻ പറ്റും എന്ന് നമ്മളൊരു മെസ്സേജാണ് നമ്മൾ കൊടുത്തത്. താങ്കൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുരുഷ സംഘടന ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 താരം സബാദ്, പൾസർ സുനി, ബോച്ചെ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ പക്ഷത്തുനിന്ന് അവർ നല്ലതെന്നാണല്ലോ അവർ പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം പുരുഷന്മാരും അതിനോട് യോജിക്കുമെന്ന് ഞാൻ കരുതി. എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. കാരണം പുരുഷന്മാരെ സംരക്ഷിക്കാനാണ് ഈ പുരുഷ കമ്മീഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണത്തെക്കുറിച്ചിട്ട് എനിക്ക് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടിട്ടോടെ മനസ്സിലായി. എന്താണ് ലക്ഷ്യമാക്കുന്നത്? പുരുഷ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷൻ പോലെ ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലെ നിയമം പരിഷ്കരിക്കപ്പെടണം. BNS ഇപ്പോൾ ഉണ്ട്, ഭാരത ന്യായ സംഹിത. ഇപ്പോൾ കഴിഞ്ഞ IPC-യേക്കാളേറെ കുറച്ചുകൂടെ കാഠിന്യമാണ് ഇപ്പോൾ വനിതകളെ ഉപദ്രവിച്ച് ഞാൻ നിയമത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ സെക്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പഴയതുപോലെയല്ല, കുറച്ചുകൂടി മാഡത്തിനത് മനസ്സിലാവുന്നതാണ്. അത് റെഫർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിയമങ്ങൾ. ഇനി ഈ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കിയാൽ തന്നെ ഈ നിയമങ്ങളനുസരിച്ച് കേസെടുക്കാൻ കഴിയൂ. അപ്പോൾ എന്ത് വേണം? പൊളിച്ചെടുത്ത് നിയമത്തിൽ വെക്കണം. നിയമം പൊളിച്ചതിന് ശേഷം പുരുഷ കമ്മീഷനിലേക്ക് പോകണമെങ്കിൽ ഞാൻ യോജിപ്പുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷൻ എന്നത് കേവലം 3-4 ആളുകളെ നേരത്തെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ പിടിച്ച് ഇരുത്താനുള്ള ഒരു സംവിധാനം വേണ്ടി ഈ സാധനം അതപ്പതിച്ചു പോകും. അതിന് പകരം വേണ്ട എന്താ? നേരത്തെ ഇദ്ദേഹത്തോട് സൂചിപ്പിച്ചാൽ പുരുഷന്മാർ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പ്രശ്നങ്ങളില്ലാത്ത എല്ലാവരും അവന് ചില ടാർഗറ്റഡ് ആവുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗം പെൺകുട്ടികളോ സ്ത്രീകളോ ഒക്കെ ബോധപൂർവമായിട്ട് ഈ രംഗത്ത് പുരുഷന്മാരെ അപമാനിക്കുന്നുണ്ട്, അപഹസിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ കാണും, സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നു. അല്ലാതെ കേസുകളായിട്ട് പോലീസ് സ്റ്റേഷനിൽ കേരളത്തിലെ പല സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. പക്ഷേ അപ്പോഴും പൊതുവേ നമ്മൾ സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണ്, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ്. എല്ലാ സ്ത്രീകളെയും നമ്മളിങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുമ്പോഴത്തേക്ക് എന്താ പൊതുവെ ആൾ കാണുന്നത്? സ്ത്രീകളെല്ലാം കുഴപ്പക്കാരാണ്. അങ്ങനെ നമുക്കൊരു ചിത്രീകരണം വ്യാപകമായിട്ട് ചെയ്യാൻ കഴിയില്ല, കോംപ്രഹെൻസീവ് ആയിട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ സ്ത്രീകളും കുറ്റക്കാരില്ല, എല്ലാ പുരുഷന്മാരും കുറ്റക്കാരില്ല. എന്നാൽ ചെറിയ ആളുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് അതിനെ നിയമം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പ്രതിരോധിക്കാൻ. ഇവിടെ ഇദ്ദേഹത്തോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് പുരുഷ കമ്മീഷൻ ഡിമാൻഡിന് പകരം ഇത്തരത്തിൽ യാതന അനുഭവിക്കുന്ന പുരുഷന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അത് സമൂഹത്തിന്റെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർ സംഘടന 18 വർഷമായിട്ട് സംഘടന നടത്തുന്നുണ്ട്. ആ സംഘടന അതിനുവേണ്ടിയാണ് യത്നിക്കേണ്ടത് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ട് ഈ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളത് അസ്ഥാനത്താണ്. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ ഒരു കാര്യം സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, വളരെ വ്യക്തമാണ്. നിയമങ്ങൾ പരിഷ്കരിക്കണം, അതിന് കാലാകാലമായിട്ടുള്ള അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. അത് എങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ, അല്ലാതെ നമ്മളിപ്പോൾ ഈ പുരുഷ കമ്മീഷൻ ഇല്ലാതെ മാറ്റാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം നടക്കില്ല. കാരണം ഈ പുരുഷ കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷം അവിടെ വരുന്ന പരാതികൾ, പുരുഷന്മാർ ഒരുപാട് പേര് പരാതികളുമായിട്ട് അവിടെ ചെല്ലും, ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് പുരുഷൻ പോയാൽ എന്നെ വിളിച്ച് പറയേണ്ട ഒരു അവസ്ഥയാണ്, ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റും. പുരുഷൻ കമ്മീഷനിലാണെങ്കിൽ നേരെ അദ്ദേഹം ധൈര്യമായിട്ട് പോയി, എനിക്കും പറയാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ പോയാൽ അവിടെ രജിസ്റ്ററിൽ കൃത്യമായിട്ട് ഒരു പുരുഷൻ പരാതി കൊണ്ടുവന്നു, ഇന്നതാണ് കേസ്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് ഒരു കണക്കുകൾ ഉണ്ടാവാനും സാധ്യത വരും. അപ്പോൾ ഈ പുരുഷ കമ്മീഷനിലുള്ള
ഉള്ള അന്ന് ആരാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ഇത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സുപ്രീം കോടതിയിലും പാർലമെന്റിലും അതിനുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ശക്തമായിട്ട് നമുക്കത് വാദിക്കുവാനും പറയുവാനും പറ്റും. നിയമങ്ങൾ പൊളിച്ചു കഴിയുവാനുള്ള സാധ്യതകളുണ്ടാവും. പക്ഷേ അതിൽ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പരാതിയായിട്ട് പുരുഷ കമ്മീഷൻ എടുത്ത ആളുകൾ വരുന്നു. ഈ കിട്ടുന്ന പരാതികളിൽ ഒരു നടപടി എടുക്കാൻ പോലീസിന് കഴിയില്ല. അറിയാം, എനിക്കറിയാം. കാരണം ചെയ്യാൻ നിയമങ്ങളില്ലല്ലോ. അവർക്കും ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീക്കെതിരെ പിന്നെ നടപടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിയമം സഹായം ഇല്ലാത്തോളം ക്രമസമാധാന സംവിധാനത്തിന് നീതിന്യായത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാസ്തവം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ആ ഏരിയയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാണ് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറയട്ടെ, ഇവിടെ പുരുഷ കമ്മീഷനോ സ്ത്രീ കമ്മീഷനോ അല്ല, ഇവിടെ ശരിക്കും ജെൻഡർ ന്യൂട്രൽ ആയിട്ടൊരു സൊസൈറ്റിയാണ് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാ വ്യക്തികളും അല്ലേ, പുരുഷന്മാർ സ്ത്രീകളുടെ ഫേക്ക് അലിഗേഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട്. അതിനേക്കാളും ഇരട്ടിയായിട്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഫേക്ക് അലിഗേഷൻസ് അല്ല, അല്ലാത്ത രീതിയിൽ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദിവസവും ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു പെൺകുട്ടി ആ മരണത്തോടെ നമുക്കറിയാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ കുട്ടികൾ, അതൊരു വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതുപോലെ ട്രാൻസ്, അതും നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇപ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരു ജെൻഡർ ന്യൂട്രൽ കമ്മ്യൂണിറ്റി വരണം എന്ത് കാര്യത്തിനും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അജിത് കുമാർ സാർ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണെന്ന്. പക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഡൽഹിയിൽ ഒരു ദീപിക നാരായൺ ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമൻ, അവർ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ മെൻ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അതാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതാണ് താങ്കളോട് പറയാനുള്ളത്. ചില സമയങ്ങളിലൊക്കെ തോന്നുന്നു താങ്കൾക്ക് അടച്ചാക്ഷേപിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം ശത്രുക്കൾ എന്നുള്ള രീതിയിലോ സ്ത്രീകളോടുള്ള വിദ്വേഷം അത് ചില ചർച്ചകളിൽ തോന്നിയിട്ടുണ്ട്. താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വെച്ചിട്ട് താങ്കൾക്ക് അറിഞ്ഞോ അറിയാതെയോ താങ്കളുടെ ഉള്ളിൽ സ്ത്രീകളോടെല്ലാം ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് രംഗത്ത് നിന്ന് അതായത് അവർ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ വരെ അവരുടെ ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് രാജ്യസഭ MP അദ്ദേഹം 2 ദിവസം മുമ്പ് ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അതുൽ സുഭാഷ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയ്ക്കുള്ള വലിയൊരു ഫൈറ്റാണ്, പോരാട്ടമാണ്. അവരുടെ പേര് ദീപിക നാരായൺ ഭരദ്വാജ് എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സംഘടനയിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളവർ ഞാൻ കണ്ടിരുന്നു. ഒരു TV ഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് സന്ദേശങ്ങൾ വരെ ചോർന്നിട്ടുണ്ട്. അതാരാണ് ചോർന്നിട്ടുള്ളത്? പുരുഷന്മാർക്കുള്ളൊരു സംഘടനയാണത്. അതിലുള്ള വാട്സാപ്പ് സന്ദേശമാണ്. അദ്ദേഹം അതിലുള്ള ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന കൊണ്ട് എന്താണ് ഉപകാരം? കാരണം ആളെ കൂടെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 160 ദിവസം വ്യാജ പോക്സോ കേസിൽ ജയിലിൽ കിടന്ന മഹാനാണ് ഈ വാട്സാപ്പ് ഈ വോയിസ് എടുത്ത് പുറത്തു കൊടുത്തിരിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോയി സംഘടനയാണ്. അതെ വെറുതെ കൊണ്ടുവന്നത് ഞാൻ. ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്? പുരുഷനാണ്. ഇത്തരം പുരുഷന്മാർക്ക് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊരു സ്ത്രീ പുരുഷ അങ്ങനത്തെ രീതിയിലുള്ള ഒന്നുമല്ല. ഞാൻ എപ്പോഴും വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കാറുള്ളത് കേട്ടോ, ഇൻഡിവിജ്വൽ അവരുടെ ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ താങ്കൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു ജസ്റ്റിസിന് വേണ്ടി നിന്നത്, ആൾ പിന്നിൽ നിന്ന് കുത്തി മൊത്തത്തിൽ വലിച്ചെടുത്തു. അപ്പോൾ എനിക്ക് പക്ഷേ ഇവിടെ തോന്നിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എല്ലാത്തിനും റോൾ മോഡൽസ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. കാരണം ഇതെല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് അവരാണ്. ക്രൈം ചെയ്തിട്ടുള്ളവർ അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്. കൊന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി സ്മാരകം. അപ്പം ഇതെല്ലാം എന്താണ് ഈ സൊസൈറ്റിയിൽ ഇവരെ അജിത് സാറിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, അവിടെയും നമുക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ പുരുഷ കമ്മീഷനാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ പ്രതിനിധീകരിക്കുന്നത് പറയുമ്പോൾ പോലും 800 രൂപ കൊടുത്ത് ആൾക്കാരെ സമരപന്തലിൽ ഇറക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട് ഈ സംഘടനയ്ക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ പുരുഷന്മാരും സംഘടനയുടെ കൂടെ ഒന്നും ഇല്ല. ഏതൊക്കെയോ കുറച്ച് പുരുഷന്മാരെ വെച്ച് ഒരു തട്ടിക്കൂട്ട് സംഘടന. അദ്ദേഹം സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ 10 പേരൊന്ന് ശ്രദ്ധിക്കണം. അതിനപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ നോക്കുമ്പോൾ എന്താണ്, സിനിമ റിവ്യൂ എന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ട്, അവർ ഫേമസ് ആവുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളുടെ ഫേക്ക് അലിഗേഷൻസ്, മീറ്റു പോലെയൊക്കെ കുറേ ഫേക്ക് വെച്ചിട്ട് ആണുങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം ഉയർത്തിക്കാട്ടി അതിൻ്റെ പേരിലൊരു സംഘടന 20 വർഷമായെന്ന് പറഞ്ഞതുകൊണ്ട് ചർച്ചയുടെ അവസാന ഘട്ടത്തെത്തി ഞാൻ അവസാന ചോദ്യം അനിൽകുമാറിൻ്റെ ചോദിക്കുകയാണ്. ഈ പുരുഷ സംഘടനയും ഈ പുരുഷ കമ്മീഷന് വന്നാൽ ചിലത് പുരുഷന്മാരെ വീണ്ടും ഒരുപാട് കുറ്റകൃത്യം ചെയ്യല്ലേ? കാരണം അവരെ രക്ഷിക്കാൻ അജിത് കുമാറിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പൂമായിട്ട് സ്വീകരിക്കേ. അല്ലേ, പുരുഷ കമ്മീഷൻ വന്നാൽ എന്നൊരു ചോദ്യത്തിനോട് തന്നെ പ്രസക്തിയില്ല. കാര്യം അങ്ങനെ കമ്മീഷൻ ഉണ്ടാവില്ല, തർക്കമൊന്നും വേണ്ട. നിലവിലുള്ള കമ്മീഷൻ മാറ്റി പുരുഷ സംഘടന ഉണ്ടല്ലോ പൂമായിട്ട് സ്വീകരിക്കാൻ. സംഘടന എത്ര പേരുണ്ടെന്ന് ആയിക്കോട്ടെ, സംഘടനയൊന്നും ഇങ്ങനെ ഈ പൂമായിട്ട് സ്വീകരിക്കാൻ ആവശ്യമുണ്ട്.
അല്ല, സംഘടനകൾ ഞാൻ വെൽഫെയറിന് വേണ്ടിയുള്ളതാണ്. അതായിരിക്കും അവരുടെ ലക്ഷ്യം. പുരുഷന്മാരുടെ വെൽഫെയറും അവരനുഭവിക്കുന്ന പീഡനങ്ങളും സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുക, അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കുക. ഒരു സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു സബാദിനെ പോലെയും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്ന കാര്യം കൂടി അനിൽകുമാർ, ഒരു കാര്യം, ഈ സബാദിനെ പോലെയും സബാദിനെ പോലെയും ഈ ബോച്ചയെ പോലെയും പൾസർ സുനിയെ പോലെ ആൾക്കാരെ പൂമായിട്ട് സ്വീകരിക്കണോ ഇവർ ചെയ്യുന്ന നല്ല കാര്യം? അല്ല, അത് ഒരിക്കലും, അത് തികച്ചും തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇവരെ സംഘടനയുടെ ഈ പേര് നഷ്ടപ്പെടാൻ കാരണം തന്നെ ഈ ബോച്ചെ പോലുള്ള ആളുകളുടെ പിന്നാലെ പോയാണ് മെയിൻ പ്രശ്നം. തീർച്ചയായും, കാരണം അത് തന്നെ നമുക്കറിയാം, വയലേഷൻ ഓഫ് ഇതായിരുന്നു. കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം അറിയോ, അജിത് കുമാർ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എം എം മണിയല്ലേ ആദ്യമേ അറസ്റ്റ് ചെയ്യേണ്ടത്? എം എം മണിയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? പൊളിറ്റീഷ്യനാണ്, അത് വേറെ രീതിയിലാണ്. ഈ ബോച്ചെ എന്ന് പറയുന്നത് സ്വന്തം നിലയിൽ പലതരം മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി. അയാളുടെ ഒരു പറഞ്ഞിട്ടില്ലേ സാറേ ഹണി റോസ് പിന്നെയും പിന്നെ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ളത്? അദ്ദേഹം ഇതാണെന്ന് അറിയാലോ, അറിയാലോ. പിന്നെ എന്തിനാ 4 മാസം കഴിഞ്ഞ കംപ്ലൈന്റ് കൊടുത്തേ? അതാണ് നമുക്ക് അതായത് ബോച്ചയായിട്ട് സംസാരിച്ചു, ഇനിയുള്ള ഉദ്ഘാടനങ്ങൾക്ക് വരാൻ താല്പര്യമില്ല, ഈ രീതിയിലുള്ള. കാരണം ബോച്ച അവിടെ റിപ്പീറ്റഡ്ലി പുള്ളിക്കാരൻ ഇതേ ഒരു പരാമർശം എടുത്ത് പല ഇതിൽ കോൺടെസ്റ്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് സാറ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം എല്ലാവരും പൊതുസമൂഹം ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അദ്ദേഹം ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഇപ്പം 100 നന്മ ചെയ്തിട്ടും ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, കാരണം അതിൽ ഈ ഒരു ഹണി റോസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇതിൽ പരാമർശങ്ങൾ അദ്ദേഹം ബോച്ച ടീ എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ കൊണ്ടുവരാറുണ്ട്. താങ്കൾ പറഞ്ഞു വെച്ചാൽ ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിച്ചു പറഞ്ഞു, മോശമായ വസ്ത്രം ധരിച്ചു പറഞ്ഞു, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പറഞ്ഞു. ഈ ബോച്ച ഇത്രത്തോളം ദ്വയപ്രയോഗം, അതായത് ഡബിൾ മീനിങ് വെച്ച് എത്ര വാക്കുകൾ പറഞ്ഞു. ഒരു വാഴക്കപ്പത്തിന്റെ ഒരു കേസ് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അതുപോലെ ഒരു പെൺകുട്ടി സൈക്കിൾ എടുത്തിട്ട് പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞുകൊണ്ട്. അതുപോലെ കൊച്ചുകുട്ടി ഒരു അദ്ദേഹത്തെ പോത്തോദേശി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബോച്ചയാണ് നിങ്ങൾ പൂമാലയിട്ട് ചർച്ച ചെയ്തത്. അപ്പൊ അതെന്താണ് ബോച്ചയെ പൂമാലയിട്ട്? അത് ഈ പറയുന്ന ദ്വയാർത്ഥം കൊണ്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് ഈ ദ്വയാർത്ഥത്തിന്റെ കാരണമല്ല. അത് ഒരിക്കലും റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അതിൽ. ഈ ഹണി റോസിന്റെ കൈപിടിച്ച് കറക്കിയതിൽ അതിൽ വേറെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് അത് തന്നെയാണ്. ഓക്കെ, അടുത്ത് പറയാം, അതിലേക്ക് വരാം. ഇദ്ദേഹം ഈ ദ്വയാർത്ഥം പറയുന്നതിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി അതൊരു പോക്സോ കേസ് വേണമെങ്കിൽ എടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. അദ്ദേഹം ഇതാണെന്ന് കണ്ടിട്ടല്ലേ ഈ പിള്ളേരും എല്ലാവരും അദ്ദേഹത്തോടൊപ്പം സമീപിക്കുന്നത്? അതെന്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല? ഇനി നമ്മൾ മാലയിട്ട് സ്വീകരിച്ച കാര്യം, മാലയിടാൻ പോയതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ അടിയന്തരമായിട്ട് വയനാട് പോകുന്നു, ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു, മുഖ്യമന്ത്രി അവിടെ വിളിക്കുന്നു. ഒളിവിൽ പോയിന്റ് പ്രതിയാണ് പിടിക്കുന്നത്. എന്തൊളിവ്? ഇദ്ദേഹം കൊലപാതകയാണോ? വേറൊരു വെട്ടുകേസിൽ പ്രതിയാണോ? തല്ലുകേസിൽ പ്രതിയാണോ? അദ്ദേഹം അങ്ങനെയൊന്നും ഒരു പ്രതിയല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പറയുന്നത്? പ്രതിയാണോ? 5 പറതി അന്ന് ഒളിവിൽ പോയി ശ്രമിച്ച പ്രതിയാണ് ഈ പോലീസ് പിടിച്ചത്. താങ്കൾക്ക് എന്ത് പറയുന്നു? അന്ന് അതിൽ 2 കാര്യങ്ങളുണ്ട്. കാരണം അതിൽ എനിക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അത് കൊടുത്തൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്, ബോച്ചയുടെ ഒരു വിചാരം ഉണ്ടായിരുന്നു, കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാം, അല്ലെങ്കിൽ കാശ്, പുള്ളിക്കാരൻ അങ്ങനെ വളരെ കൂളായിട്ട് തന്നെയാണ് നിന്നത്. അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് പരാമർശം നടത്തി കഴിഞ്ഞാലും കയ്യിൽ കാശുള്ളിടത്തോളം കാലം ഫാൻസ് ഉണ്ടാവും, മാർത്തിരുമ്പുന്ന ഫാൻസ് ഉണ്ടാവും. എതിർച്ചേരി നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് വളരെ മ്ലേച്ഛമായിട്ടുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് സ്ത്രീകളെ വരെ നമുക്കറിയാം പല കാര്യങ്ങളും ഒക്കെ. ഹണി റോസിൻ്റെ കാര്യത്തിൽ തന്നെ ഹണി റോസിൻ്റെ കമൻറ്റ് ബോക്സിൽ അവർ പരാതി രംഗത്തില്ലെങ്കിൽ കമന്റ് ബോക്സ് എന്തായിരുന്നു നമുക്ക് അറിയാവുന്നതാണ്. കാരണം അടുത്തൊരാളെ വ്യക്തി ഹത്യ ചെയ്യാൻ, അടുത്തൊരാൾക്ക് ഇപ്പം അജിത് സാറിനെ വ്യക്തി ഹത്യ ചെയ്യാൻ എനിക്ക് റൈറ്റ് ഇല്ല, അതുപോലെ താങ്കൾക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ബോച്ചയ്ക്ക് ആ ഒരു കാശിൻ്റെ ആർക്കെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇല്ല എന്നൊരു തോന്നലിന് ബദലായിട്ട് അങ്ങനെ ഒരു അറസ്റ്റ്, നിയമ നടപടി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിന് വെൽക്കം ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ വീണ്ടും അത് ജാമ്യം വലിയൊരു ക്രൈം രീതിയിലുള്ള രീതിയിൽ മീഡിയാസ് പിന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ, കാരണം തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. കാരണം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അറസ്റ്റും നിയമ നടപടികൾ വേണം. പക്ഷേ അത് വലിയൊരു രീതിയിലുള്ള എന്താ പറയുക, അത് വലിയൊരു ക്രൈം ചെയ്തു എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നും ക്രൈം ചെയ്ത ആൾക്കാർ ഇവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നല്ലോ നമുക്കറിയാം നവീൻ ബാബുവായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളിലൊക്കെ ആൾക്കാർ, ദിവ്യനൊക്കെ എത്രയോ ദിവസം നമുക്കറിയാം പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ബോച്ച എന്ന് പറയുന്ന സമൂഹത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള വ്യക്തിയാണ്. സമൂഹത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ ഭാഗം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാധനമാണ്. അദ്ദേഹം ഒരു മാതൃകയായിട്ടല്ലേ സാറിനുണ്ടാകും. ബോച്ചനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ ചാരിറ്റി വെച്ചിട്ടായിരിക്കും അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ ചാരിറ്റി. പക്ഷെ അങ്ങനെ ഉള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു ഭീകരത്തിനെ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇടപെടുകയാണ്.
ബോച്ചെ ജയിലിൽ പോയി, ബോച്ചി ജാമ്യം കിട്ടി. ഏതൊരു ജയിലിൽ പോയി പ്രതി ജാമ്യം കിട്ടിയാൽ ആ നിമിഷം ഇറങ്ങാൻ പോയി. ഇത് കോടതി വിളിക്കും, ഞാൻ ജാമ്യം പുറത്തിറങ്ങില്ല, ഞാൻ പുറത്തിറങ്ങി. ഇത് എന്താണ് ബോച്ചെ കാണിക്കുന്നത്? അതിന് വേണമെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ട് ഈ ജയിലുകളിൽ കഴിയുന്ന വലിയൊരു വിഭാഗം തെറ്റ് ചെയ്യാത്തവരുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഒരു നിസ്സാര കേസിൽ പ്രതികളാകുന്ന യുവാക്കളെ, കുട്ടികളെ എടുക്കാം, അവരെ പിടിച്ച് ജയിലിൽ പോലെയുള്ള ആൾക്കാർ അതവരൊക്കെ കൊലക്കേസിൽ പ്രതി, പീഡന കേസിലെ പ്രതി എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയാണ്. സവാദിനെ പോലെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ അതിനകത്ത് തെറ്റ് ചെയ്യാത്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, അതിനകത്ത് പെട്ടുപോകുന്നവരുണ്ട്. ആ പെട്ടുപോകുന്നവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഒരു ദിവസം കിടന്നത്. അങ്ങനെയുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പിറ്റേ ദിവസം എന്തുകൊണ്ടാണ് കോടതി വിരട്ടിയപ്പോൾ ഇറങ്ങി വന്നത്? കോടതി വിരട്ടിയത് അദ്ദേഹം അറിഞ്ഞ പോലും കാണില്ല. കോടതി വിരട്ടിയത് അറിഞ്ഞു പോലും കാണില്ല. ഒരു ദിവസം അതിനകത്ത് താമസിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓർഡർ വ്യത്യാസമാണ് വന്നാട്ടോ. ഓർഡർ വ്യത്യാസം വന്നേ. 12 മണിയപ്പോൾ ഓർഡർ വന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ജയിലുകളിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിയുന്ന പ്രതികൾ അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്തത് പേപ്പർ വർക്കിൻ്റെ ഡിലേ കൊണ്ട് സംഭവിക്കുന്നതാണ്. ആരും ബോധപരമായിട്ട് ചെയ്യുന്നതല്ല. കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് സാധനം വരണം, ജയിലധികൃതർ അത് നോക്കണം, ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 2-3 ദിവസം വൈകിയെന്നിരിക്കും. പക്ഷേ ഒരു കേസിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് പോയാൽ തന്നെ ആവശ്യമില്ലാത്ത തരടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും പബ്ലിസിറ്റിയാണ് പ്രധാനം. മനുഷ്യസ്നേഹമാണ് ഞാൻ. ഒരുപക്ഷെ ഞാൻ പോയാലും ഇങ്ങനെ അല്ല, ഈ കാര്യം ജയിലിൽ കയറാതെ ചെയ്യാൻ. സാറിനോടൊരു കാര്യം കൂടെ ചോദിക്കട്ടെ സാർ, ഇപ്പം നിങ്ങൾ പാലഭിഷേകം അതൊക്കെ നടത്തുന്നുണ്ടല്ലോ അല്ലേ, ഫ്ലക്സ്. അപ്പം അതിൽ നമ്മൾ പൊതുവെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ സാറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ പൈസ പിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു സംഘടനയ്ക്കുള്ളിൽ നിന്ന്. ഞാൻ ചോദിക്കണത്, ഓക്കെ, ആ മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾ പൈസ പിരിച്ചു അല്ലാതെ എങ്ങനെ ഒരു സംഘടന മുന്നോട്ട്? അല്ല, അതാണോ സംഘടന? ശരിക്കും നിങ്ങൾക്ക് അവിടെയാണ് എനിക്ക് തെറ്റ്. അവിടെ നമ്മൾ ഒരു ബക്കറ്റും കൊണ്ട് പാർട്ടിക്കാർ ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയാൽ തെറ്റ്. ഞാൻ ഇന്നേ വരെ ഈ 18 വർഷത്തിനകത്ത് വെച്ച് ഒരാളോട് പോലും പുറത്ത് ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ സമ്പാദ്യം മൊത്തം സംഘടനയായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് പേര് സഹായിക്കാം, ഞങ്ങളും കൂടി, സാർ ഒരു ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞങ്ങളും തയ്യാറായി, ഓരോന്നിനും വരുമ്പോൾ നിങ്ങൾ ഇത്ര തരണമെന്ന് ഒരിക്കലും അവിടെ പറഞ്ഞിട്ടില്ല. 100 തരുന്നവരുണ്ട്, 200, 300, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നത് ബാലൻസ് എന്തുണ്ടെങ്കിലും ഞാനാണ് ചെയ്യുന്നത്. അവിടെയും പാളിപ്പോയ കാര്യം പറയട്ടെ, ചെയ്ത കാര്യം എന്താണ്? പാലഭിഷേകം നടത്തുക. ഇന്നേ വരെ അദ്ദേഹത്തെ ഒരു 8-10 വർഷത്തിന് ബോച്ചെ അറിയണോ ഇത്? അല്ലേ, ബോച്ചെ അറിയണുണ്ടോ താങ്കൾ നടത്തിയ പ്രവൃത്തികൾ? അദ്ദേഹത്തെ അറിയാനല്ലോ, അദ്ദേഹത്തിന് നമുക്ക് അറിയിക്കുക. അല്ല, അതല്ലല്ലോ പ്രവൃത്തി. കാരണം അതാണ് ബോച്ചെ ആയിരുന്നു അപ്പൊ മീഡിയാസിന്റെ ഹൈലൈറ്റ്. അജിത് കുമാർ സാറിനും കൂടെ ഉള്ളവർക്കും ഒന്ന് അതെ, അതിൽ നിന്ന് അത് തന്നെയാണ് തീർച്ചയായിട്ടും. ഈ കോസ്റ്റ്യൂം ഇട്ട് സാറ് വരുന്നതും സാറിന് വ്യക്തമായിട്ട് അറിയാം. അത് സാറ് പറയണ്ട, സാറിന് വ്യക്തമായിട്ട് അറിയാം. കിരീടം സിനിമയിലെ ഹൈദ്രോസിനെ പോലെയാണ് സാറ്. ഇങ്ങനെ സാറ് മസിലൊക്കെ പിടിച്ച് നടന്നിട്ട് ഒരു തമാശയായിട്ട് കാണുന്നു. കാരണം സാർ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്ത് സാർ എന്തോ ആണ് കോമഡി പറയും. സമൂഹത്തിൽ കണ്ട കാര്യമാണ്. സാർ എങ്ങനെയാണ്, പക്ഷെ സാറിന്റെ ഉള്ളിൽ എന്താണ്, സാറ് തനിയെ വിചാരിക്കുന്നു സാർ സിംഹമാണ് എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ സാറിന്റെ ഉദ്ദേശം പബ്ലിസിറ്റി ആണ്. പക്ഷെ അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ഇവിടെ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ബോച്ചെ അറിഞ്ഞില്ലെന്ന്. 5 പേർ അധികം അനിൽകുമാർ കണ്ടതായിരിക്കും. അന്ന് ഈ ബോച്ചെ ജയിലിൽ ഇറങ്ങുന്ന ദിവസം അന്ന് എല്ലാ ചാനലിലെയും മെയിൻ ഹെഡ് അജിത് കുമാറായിരുന്നു. അത് മാലപ്പടക്കടിച്ചില്ലെന്ന്. ഒരു മഹാത്മാഗാന്ധി വേറൊരാളുണ്ട്. ഞാൻ പറയാം, ഇനി ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല ഞാൻ. ഒരു കാര്യം കൂടെ ഉണ്ട്, അലൻസിയറിന്റെ മറ്റൊരു കാര്യം. അലൻസിയർ ഒരു സ്ത്രീയുടെ പ്രതിമയുടെ കാര്യം പറഞ്ഞു. അന്ന് മറ്റാർക്കും പുരുഷന്മാർക്ക് എന്ത് തെറ്റ്? അവിടെ പുരുഷന്മാർക്ക് വേണ്ടി റൈറ്റ്സിന് വേണ്ടി ഉള്ളതാണ്. എന്ത് ഈ പാലഭിഷേകം ഒക്കെ നടത്തുന്നു, അതിന്റെ ഫണ്ട്, ഈ ഒരു ഫണ്ട് ഒക്കെ കളക്ട് ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ സമൂഹത്തിൽ ഒരാണ് എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഞാൻ കൈയടിച്ചനെ. ഇത് അങ്ങനെയല്ല ചെയ്തത്. ഒരിക്കലുമില്ല സാർ. ഇത് അലൻസിയറിന്റെ പ്രതിമയ്ക്ക് അപ്പോൾ എന്താണ്, അലൻസിയറിനെ കുറിച്ച് ആ വിവാദം കത്തി നിൽക്കുകയാണ്. അലൻസിയറിനെ കുറിച്ച് പറയുമ്പോൾ അറിയും. ഇപ്പം അജിത് കുമാർ എന്ന് പറയുമ്പോൾ എന്താണ്, അജിത് കുമാറിനെ അറിയാം. കോസ്റ്റ്യൂം തൊട്ട് ഐഡന്റിറ്റി ആണ്. തീർച്ചയായും അത് ഐഡന്റിറ്റി ആണ്. താങ്കൾ പറഞ്ഞു വെച്ചാൽ ബോച്ചെ ഇത് അറിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ഒറ്റ പറയട്ടെ. ഈ നമ്മൾ സഭാത് ഇറങ്ങിയപ്പോൾ
സബാദ് ഒരിക്കലും അജിത് കുമാറിന്റെ താണില്ല. അജിത് കുമാർ സൈഡിൽ നിന്ന് പറയണ്ടേ തോടെയുണ്ട്. അപ്പോൾ സബാദിന്റെ ആൾക്കാരെ നോക്കും. അവിടെയും സബാദ് നിങ്ങളടുത്ത് ചോദിച്ചില്ല. സബാദ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞില്ല, അപ്പോൾ കണ്ടില്ലല്ലോ. പൾസർ സുനി ജയിലിൽ ഇറങ്ങിയപ്പോൾ പൂമാല എറിയണു. അപ്പോൾ പൾസർ സുനി താങ്കളുടെ മൈൻഡ് ഇല്ല. അടുത്ത ഒറ്റ ചോദ്യം, താങ്കൾ ഈ ഇടയ്ക്ക് ഈ ഗ്രീഷ്മയെ ശിക്ഷിച്ച ജഡ്ജിക്ക് പാലാഭിഷേകം നടത്താൻ പോയി. നല്ല കാര്യം തന്നെയാണ്, അത് ഞാൻ പറയില്ല നടത്തുന്നത്. പിന്നെ പാലാഭിഷേകം നടത്താൻ ജാമ്യം കൊടുത്തപ്പോ കോലം കത്തിക്കുകയും ചെയ്തു. ഇപ്പൊ ശിക്ഷിച്ചു ഗ്രീഷ്മയെ പുറത്തിറക്കും. കാരണം അതുകൊണ്ടാണ് ഗ്രീഷ്മ ഒറ്റ ചോദ്യം, താങ്കൾ പാലാഭിഷേകം നടത്തി. ഈ ഗ്രീഷ്മയെ ശിക്ഷിച്ച് ഇതേ ജഡ്ജിയാണ് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട്. എന്തുകൊണ്ട് ഗ്രീഷ്മ ആ ജഡ്ജിക്കെതിരെ താങ്കൾ സമരം നടത്തിയില്ല? അദ്ദേഹം ഒരു നല്ലൊരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ, തെറ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അതിൽ ചെറിയൊരു തെറ്റുണ്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതും പറഞ്ഞു, ഈ ഗ്രീഷ്മയ്ക്ക് മുമ്പ് അദ്ദേഹം മറ്റൊരു സ്ത്രീനെ ഇതേ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. പക്ഷെ അതാരും ഹൈലൈറ്റ് ചെയ്തില്ല. അജിത് കുമാർ പോലും അത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് അവിടെ വാർത്താ പ്രാധാന്യം ഇല്ലാത്ത ഇതായിരുന്നു. അന്ന് ആ ജഡ്ജിന്റെ പേര് പോലും അറിഞ്ഞില്ല. ഗ്രീഷ്മയുടെ ഇത് മേർഡർ ആ സംഭവം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മീഡിയാസ് അറ്റൻഷൻ കിട്ടി. അവിടെ അദ്ദേഹം എത്തി, അജിത് കുമാർ എത്തി. സത്യമല്ലേ സാർ? അതിന് തൊട്ട് മുമ്പിൽ ഒരു നസീമ ബിബി എന്ന് പറഞ്ഞൊരു സ്ത്രീനെ ഇതുപോലെ ബ്രൂട്ടലായിട്ട് മറ്റൊരു സ്ത്രീ തന്നെയാണ് കൊന്നത്. അതായിരുന്നു അത് രണ്ടാമത്തെ കേസിലാണ് വധശിക്ഷ കൊടുക്കുന്നത്. അപ്പൊ അത് മീഡിയാസിലൊന്നും വന്നില്ല. എന്റെ ഉത്തരം സാർ. ഞാൻ പറഞ്ഞുതരാം. ഇത് നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ബോച്ചയ്ക്ക് ഈ വിഷയങ്ങൾ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അറസ്റ്റ് നടന്ന ആ സമയത്ത് ഇങ്ങോട്ട് വാഹനത്തിൽ കൊണ്ടുവരുന്ന സമയത്തിനാണ് കൈരളി ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയം സംസാരിക്കാൻ വേറെ ആരും ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ ചർച്ചയ്ക്ക് വിളിച്ച ഉടനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തെ ഇത്രയും മൃഗീയമായിട്ട് ഭയങ്കര ഒരു തീവ്രവാദിയെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ ചർച്ചയിലാണ് ആദ്യമായിട്ട് പറയുന്നത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പൂമാല ഇട്ട് സ്വീകരിച്ച് 2 ദിവസത്തിനകം പുറത്തിറക്കി കൊണ്ടുവരും എന്ന് ആദ്യമായിട്ട് പറയുന്നത് അവിടെയാണ് കൂടുതൽ ജനശ്രദ്ധ കിട്ടിയത്. ജനശ്രദ്ധ കിട്ടി. അതിൽ ആ കമന്റ് പിന്നീട് അങ്ങോട്ട് അതിന്റെ കമന്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അനുകൂലമായിരുന്നു. പിന്നെ അത് നമ്മുടെ രാഹുൽജി അത് ഏറ്റെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ മീഡിയാസ് ആണെങ്കിലും താങ്കൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും റേറ്റിംഗ് അജിത് കുമാറിന്റെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും റേറ്റിംഗ് കിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല. കാരണം നമ്മൾ പറയും ഉദരനിമിത്തം ബഹുകൃത വേഷം, അതാണ് ചാനലുകൾക്കായിക്കോട്ടെ എല്ലാവർക്കും ആയിക്കോട്ടെ എന്നുള്ള അവർഷം സത്യമാണത്. അപ്പം അജിത് കുമാറും അത് തന്നെയാണ് വീണ്ടും വിദ്യയാക്കി. അപ്പോൾ അവിടെ അദ്ദേഹം കണ്ടെത്തി. അതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. കാരണം പുരുഷന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടന ശരിക്കും ഇതൊന്നുമല്ല. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഫേക്ക് അക്യൂസേഷൻ. നമുക്കറിയാം, ഒരു ഷീല ഒരു ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് ഒരു ഷീല മയക്കുമരുന്ന് കൊണ്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൽ പോയിട്ടുള്ള ശോഭയുണ്ട്. ഇതൊന്നും വേണ്ട കേട്ടോ. ഒരു ഫേക്ക് അക്യൂസേഷൻ ഉണ്ടായിരുന്നു. സാർ കടക്കാവൂരിൽ ഒരു 14 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ട് അച്ഛൻ അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാഡം പറയരുത്, ആ കേസിൽ ഞാൻ ഇടപെട്ട കേസാണ്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, അന്ന് അവന് 11 വയസ്സെന്തേ ആയിട്ടുള്ളൂ കേട്ടോ, 14 ആയിട്ടില്ല. ആ വീട്ടിൽ പോയി ആ അമ്മയുടെ പീഡനം, ആ അമ്മയുടെ സ്വഭാവം, ആ അമ്മ എന്താണെന്നുള്ള എല്ലാം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ കോടതികളിൽ വരുന്ന ഇരട്ടത്താപ്പാണ് ഇത്. സംഭവം ഇത് എല്ലാ കോടതികളിലെല്ലാം കറക്റ്റ് ജഡ്ജ്മെന്റ് അല്ല. വേണം ഞാൻ പറഞ്ഞോട്ടെ, 3 മാസമാണ് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി 3 മാസം. ഇവിടെ ഒരു അച്ഛനെതിരെ ആണെങ്കിൽ ഒരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തൂക്കി ജയിലിൽ ഇടൂലേ. പക്ഷേ ഇവിടെ ഇട്ടില്ല. 3 മാസമാണ് കൗൺസിലിംഗ് കൊടുത്തത്. എന്നിട്ട് ഈ അപ്പൻ യഥാർത്ഥം പറഞ്ഞ പ്രവാസിയാണ്, സാബു എന്നാണ് പേര്. പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാൻ അങ്ങേറ്റം വരെ നിന്നു. എന്നിട്ട് കടക്കാവൂർ പോലീസ് കേസെടുത്തു. ഈ സ്ത്രീയെ റിമാൻഡ് ചെയ്തു. ഒന്നും കാണാതെയാണോ റിമാൻഡ് ചെയ്തത്? 3 മാസം കഴിഞ്ഞാണ് റിമാൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സവാദിനെ കൊണ്ടുപോകുമ്പോൾ ഒന്നും കാണാതെ, ആ സ്ത്രീയെ കൊണ്ടുപോയപ്പം കോടതി എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. സവാദിനെ കൊണ്ടുപോയപ്പം കോടതി ഒന്നും കണ്ടിട്ടില്ല. ഇതെന്താണ് സാർ? ഇതാണ് ഇരട്ടത്താപ്പ്. സത്യം ആ മോനോട് സംസാരിച്ചതാ ഞാൻ. മേഡത്തിന് ഇപ്പോഴും വേണമെങ്കിൽ ആ മോനോട് പോയി ഞാൻ സംസാരിക്കുന്നില്ല. 4 മക്കൾ, അതില് 3ാമത്തെ കുട്ടിക്ക് സംഭവിച്ചത്. കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് അതിൽ കണ്ടെത്തൽ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സുപ്രീം കോടതി വെറുതെ വിട്ടെ. അതാ അപ്പൊ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം. പക്ഷെ അവിടെ ഒരു അമ്മ എന്നുള്ള സ്ഥാനം, ഇവിടെ അമ്മ എന്ന് പറയുന്ന സ്ത്രീകൾ
സ്ത്രീകൾക്ക് മൊത്തത്തിൽ കളങ്കമാവുമെന്ന് കണ്ടിട്ടാണ് യഥാർത്ഥം പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതാണ് ഞങ്ങൾ ഇടപെടുന്നത്. തെറ്റ് ഞങ്ങൾ ആരാണവോ അതാണ് ഞാൻ ചോദിക്കട്ടെ. ഞങ്ങൾ ആരാണവോ സംഘടനയിലുള്ള ആൾക്കാർ 800 രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്നാണ് ഞങ്ങൾ. അത് ഈ 800ന്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും അറിഞ്ഞോളൂ. ഒരാള് ഇപ്പൊ വയനാടെന്നോ അല്ലെങ്കിൽ കാസർഗോഡെന്നോ ഒരാള് വരുന്നില്ല എങ്കിൽ എന്നോടോ അല്ലെങ്കിൽ നമ്മുടെ രാഹുലിനോടോ പറയും ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പകരം ഒരാളിനെ അവിടെ കൊടുക്കൂ, അതിന്റെ പൈസ ഞാൻ തരാം. സാറേ പുരുഷ സംഘടനയാണ് ഈ കേരളത്തിൽ ഇത്രയും പുരുഷന്മാരുണ്ട്. കാരണം താങ്കള് പറയുന്ന സംഘടന പുരുഷന്മാർ ഈ അവിടെ വന്നിട്ടുള്ള സമരത്തിന് വന്ന എല്ലാവരും പുറത്തുള്ളവരല്ല. അല്ല എത്ര പേര് വന്നു? കുറച്ച് പേരെ നമ്മൾ ഒരു 10-15 പേര് കണ്ടു. ആ ബോച്ചയുടെ കേസിൽ നമ്മൾ കണ്ടു. അത് ഓലപ്പടക്കം പോലീസ് ഓടിക്കുമ്പോഴും ഒക്കെയാണ് ഗാന്ധിജി സമരത്തിൽ കിടന്നിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ആൾക്കാരാണ്. ഏത് ബോച്ചനെ ജയിലിൽ നിറക്കം ഗാന്ധിജി സമരത്തിൽ കിടന്നിട്ടില്ല എന്ന് ചോദിച്ചിട്ടുള്ള അത്തരം ആൾക്കാരുടെ. അപ്പൊ കാര്യം കൂടെ ഉണ്ടായിരുന്നു. പോലീസ് വന്ന സമയത്ത് താങ്കളെ കണ്ടിട്ടില്ല. അയ്യോ പോലീസ് ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നീട് ലാത്തി ചാർജോടെ നോക്കി കഴിഞ്ഞപ്പോ പൊടി പോലും ഇല്ലായിരുന്നു. അനിക്സ്പ്രേ പോലെ ആയ ഒരു വ്യക്തി ലാത്തി ചാർജ് ഒന്നും ഉണ്ടായില്ല. ഇറങ്ങി അവര് രണ്ടാമത് ഞാൻ പറഞ്ഞു അത് കിട്ടുന്നത് സംഭവം. എനിക്ക് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ജിമോനെയാണ് ഏൽപ്പിച്ചത്. ജിമോനെ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശക്തമായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചോ എന്ന് പറയും. മാധ്യമങ്ങൾ കാണിച്ചതാണല്ലോ നിങ്ങൾ കണ്ടേ. ഈ മാധ്യമങ്ങൾ മൊത്തം ജീമോന്റെ അടുത്തായിരുന്നു. ഞാൻ തൊട്ടിപ്പുറത്ത് പോലീസുകാരോട് കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞത്. പോക്സോ കേസിൽ 160 ജയിലിൽ കിടന്ന മഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പുരുഷന്മാർക്ക് ആണും പെണ്ണും കെട്ടവനാണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞതാണ് കേട്ടോ. ആണും പെണ്ണും കെട്ടുന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പാടില്ല. അതൊന്നും നാണക്കേടല്ലേ? നാണക്കേടായതുകൊണ്ടല്ല, അത് ക്രൈമാണ്. അതൊരു ഇതാണ്, ഒഫൻസീവ് ആക്ടാണ്. അവസാനം ഇപ്പം ഈ ഇടയ്ക്ക് ബാലനടത്തേണ്ട സംഭവമാണ്. ഒരു 2 വയസ്സിൽ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞിട്ടൊന്നും. അതിൽ പ്രതിയായത് ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ്. ആ കുട്ടിയുടെ ഈ പ്രതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ താൻ പൂമാരിടും. അതെങ്ങനെ ഇടും? ശരി, ആ കുട്ടിയുടെ അമ്മയെ അല്ല അമ്മയെ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ആരുടെ സൈഡാണ്? രണ്ടും പ്രതിയാണ്. ഒരു കുഞ്ഞ് മോളുടെ കാര്യമായി പറയണേ. അതിൽ പിന്നെ നമ്മളെങ്ങനെയാ ഇവരെ നമ്മൾ ന്യായീകരിക്കുന്നത്? ഞാൻ ആ കുഞ്ഞിന്റെ കൂടെയാ. സാറേ ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നേരത്തെ മാഡം പറഞ്ഞാൽ ആവശ്യമുണ്ട്. ആദ്യം ഇവരെന്താണെന്ന് തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് ഈ ഒരു ഇത്തരം നമ്മളെ വൈറലാവണ വിഷയങ്ങളിൽ ചെന്ന് പൂമാല ഇടരുത്. സമയമുണ്ട്. ഈ പെൺകുട്ടികളുള്ള പുരുഷന്മാരും കുടുംബത്തിൽ ഡീസൻ്റായി ജീവിക്കുന്ന പുരുഷന്മാരിക്കലും ഈ കമ്മീഷനോട് യോജിക്കുന്ന ഉറപ്പാണ്. കാരണം സാർ അവരൊക്കെ പാവാടാന്ന് വിളിക്കുന്നുണ്ട്, കാണുന്നുണ്ട് പാവാട. എനിക്കൊരു മോളുണ്ട്. ഞാൻ ഈ പുരുഷ കമ്മീഷനായിട്ട് ബോധിച്ചിട്ട് പറയാണ് ഈ പെണ്ണുങ്ങളെല്ലാം കുഴപ്പമില്ല. ഞാൻ എൻ്റെ മോളുടെ മുഖത്ത് അങ്ങനെ നോക്കും നാളെ പോയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മകള് തെറ്റ് കാണിച്ചാലോ തെറ്റെന്ന് പറയാനുള്ള ഒരു പുരുഷന്മാർ തെറ്റ് കാണിച്ചാലും പുരുഷന്മാർക്ക് തെറ്റെന്ന് അതുകൊണ്ടാണല്ലോ കുഞ്ഞിന്റെ കേസ് വന്നപ്പോ പറയണ്ട് ബോച്ചെ. ഒരു മിനിറ്റ്, ബോച്ചെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അജിത് കുമാർ ബോച്ചെ എടുത്ത് പറഞ്ഞു ബോച്ചെ താങ്കൾ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പൾസർ സുനി എടുത്ത് പറഞ്ഞു പൾസർ സുനി താങ്കൾ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. സഭാ താങ്കൾ പറഞ്ഞു തെറ്റാണ്. സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും താങ്കൾ വിചാരിക്കാൻ വിളിക്കുന്ന സവാദിന്റെ ഭാഗം തെറ്റില്ല. പൾസർ സുനി തെറ്റ് ചെയ്തിരിക്കാം. കോടതി ഇതേവരെ നമ്മളെ 7.5 വർഷമാണ് ഒരാളിനെ എന്താ പറയാ അയാൾ തെറ്റുകാരനാണോ ഇല്ലയോ എന്ന് പൊതുസമൂഹത്തെ പറഞ്ഞുതരാം. ഒരു പ്രണയത്തിൽ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത പെൺകുട്ടിക്ക് ജാമ്യം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തെറ്റ് എന്താണെന്ന് ബോധ്യപ്പെടുത്താതെ നമ്മുടെ ജനങ്ങളെ പോലും ബോധ്യപ്പെടുത്താതെ പൾസർ സുനിയെ എങ്ങനെ പുറത്തുവിട്ടില്ല? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഗ്രീഷ്മയെ പുറത്തുവിട്ടത് കൊണ്ട് തന്നെയാണ് പൾസർ സുനിക്ക് ഞങ്ങൾ മാലയിടാൻ. പൾസർ സുനിക്ക് മാലയിടാൻ കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അജിത് കുമാർ അവിടെ സംഭവം അത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉള്ളതെന്ന് പറയുന്നത് ഇപ്പൊ സമൂഹത്തിൽ കുഴപ്പക്കാരായിട്ടുള്ള ധാരാളം പുരുഷന്മാരുണ്ട്. അവരെ രക്ഷിക്കാനായി പുരുഷ കമ്മീഷൻ ഈ അജിസാറിനെ പോലുള്ള ആളുകളെ മിക്കവാറും കുഴപ്പത്തിലാക്കും, അവർ ട്രാപ്പിലാക്കും. ഒരു തർക്കം വേണ്ട. സാറ് വളരെ കെയർഫുൾ ആയിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ അടുത്ത് വരുന്ന കേസുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതായത് ഇത്തരത്തിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു വിഭാഗം ഉണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിലവിൽ ഒരു പ്രൊഫഷനായിട്ട് ഉണ്ടാക്കുന്ന പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്.
അവർ ഈ പറഞ്ഞ ചില സാറിന് ശ്രദ്ധയപ്പെടാത്ത ആളുകളായിരിക്കാം, മറ്റെവിടെയെങ്കിലും ഉള്ളവരായിരിക്കാം. അവർ ഈ പറഞ്ഞതുപോലെ സാറിനെ സമീപിക്കുകയും എനിക്കിങ്ങനെ പ്രശ്നം നിങ്ങൾ സ്വയം നാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചങ്ങളുണ്ട്, അതുകൊണ്ട് പിന്നെ ബി കെയർഫുൾ എന്ന് മാത്രമേ. അല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരല്ല കൂടുതൽ സംഘടന ഉണ്ടാവുക. ഈ സ്ത്രീകളെ കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ചാണകവെള്ളം ഒഴിക്കാൻ ഞങ്ങൾ റെഡിയാണ്, ബാക്കി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെല്ലാവരും പാവാടയാണ്. ഫാമിലി കോർട്ടിൽ കേസ് കിടക്കുന്നവരാണുള്ളത്. അല്ല, അങ്ങനെ ഫാമിലി കോർട്ടിൽ കേസ് കിടക്കുന്നവരല്ല. വാട്സാപ്പിൽ ഞങ്ങൾ ഫ്ലെക്സ് അടിക്കും, ഇങ്ങനെ സാർ ഭയങ്കര ഇതാണ് ഹായ് എന്നൊക്കെ പറഞ്ഞ് ആ തംസപ്പ് കൊടുക്കുന്നവരാണ് ഈ സംഘടനയിലുള്ളത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പുരുഷ സംഘടന എന്ന് പറഞ്ഞ് ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സിന് വേണ്ടി നിൽക്കേണ്ട അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി നിൽക്കേണ്ട സംഘടനയ്ക്ക് പകരം അജിത് സാറിനെ പോലെ ഉദരനിമിത്തം ബഹുകൃത വേഷം ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഘടന ഒന്നും ഉയരില്ല. ഇനിയും സാറിന് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. സംഘടനയ്ക്ക് ആണുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഒരു ഫേസ്ബുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെല്ലാം രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഒന്നാമത് വേഷം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഹണി റോസിന്റെ മാത്രം വേഷത്തിലാണ് പിടിച്ചിരിക്കുന്ന. ഞാൻ വേഷം മാറ്റാം. ഹണി റോസിന്റെ വസ്ത്രമായിരുന്നല്ലോ വിഷയത്തിന്റെ. അല്ല, അത് ശരീരം കാണിച്ചിട്ടുള്ളത്. എന്ത് കാണിക്കുന്നു? നല്ല ഫുൾ ഡ്രസ്ഡ്. അല്ല, സാറിന് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കത് അവർ ആക്ട്രസ് ആയതുകൊണ്ടാണ്. അപ്പം ഇത് ഐഡന്റിറ്റിയാണ് താങ്കളുടെ. ഈ ഐഡന്റിറ്റി വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സമൂഹത്തിന് യുവാക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആണ് പെണ്ണെന്നല്ല, ഏത് ഇൻഡിവിജ്വൽ ഉണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അജിത് കുമാർ സാറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും കേരളത്തിൽ പുരുഷ കമ്മീഷൻ വന്നാൽ ആർക്കാണ് രക്ഷപ്പെടാൻ പറ്റുകയാണെന്നും അല്ല, ഇപ്പോൾ വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വന്നാൽ പുരുഷന്മാർക്ക് ന്യായമായ നീതി ലഭിക്കുമെന്നാണ് അജിത് കുമാർ പറഞ്ഞത്. അഞ്ചു പാർവതി പറഞ്ഞു വെച്ചാൽ കമ്മീഷൻ വന്നാൽ പുരുഷന്മാർക്ക് ഒരുപാട് കേസുകളിൽ വീണ്ടും രക്ഷപ്പെടാൻ പറ്റുന്നത്. എന്തായാലും ചർച്ച അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പുരുഷ കമ്മീഷൻ വന്നാൽ ആർക്കാണ് നീതി കിട്ടുക നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കമ്മീഷൻ ബില്ല് നിയമസഭ പാസ്സാക്കുമെന്നും വരും ദിവസം കണ്ടറിയാം. മറ്റൊരു ചർച്ചയുമായി ഇനി കാണുന്നവരെ സൈൻ ഔട്ട്.